എന്നേ ചോദിച്ചില്ല എന്ന് വരെയായിരുന്നു. ബിക്കോസ് ഇതായിരുന്നു ഞാൻ 2 ആഴ്ചയായിട്ട് ഞാൻ എയറിൽ നിൽക്കുന്നത്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഓക്കെ, അതിനെ പറ്റിയിട്ട് ലൈക്ക് സിനിമ ഇപ്പം മലയാള സിനിമകളിലും അല്ല, ആക്ച്വലി ഇപ്പോൾ നമ്മൾ പ്രിവ്യൂ ഷോ ചെയ്തപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഈ ഒരു ലിപ് ലോക്ക് പരിപാടീൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് പോയായിരുന്നു. സോ ഈവൻ ദോ ദാറ്റ് വാസ് ദെയർ, ഇതുവരെ ഇപ്പം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോയി കേൾക്കുകയാണെങ്കിലും എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ അതിനൊരു പ്രാസക്തി ഇല്ല എന്നുള്ള രീതിയിലാണ്. മനസ്സിലായത്? ബിക്കോസ് ഇഫ് യു വാച്ച് ദ മൂവി യു വിൽ നോ ഇറ്റ് ഹാസ് നോ ഇമ്പോർട്ടൻസ്, ഇറ്റ്സ് എ ത്രില്ലർ സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ കമൻസ് ഓഡിയൻസ് എന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഈസ് ഇൻ എ വെരി ഗുഡ് സ്റ്റേജ് റൈറ്റ് നൗ, അല്ലേ? ഒരുപാട് ഗുഡ് സ്ക്രിപ്റ്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമുക്ക് അതാണ് ഇപ്പോൾ കൂടുതൽ ഓടിയ പടങ്ങളും അങ്ങനത്തെ പടങ്ങളാണ്. അപ്പോൾ ആൾക്കാർക്കും അത് ഫീൽ ചെയ്തു എന്ന് തോന്നിയപ്പോൾ ഓഡിയൻസിന്, പക്ഷെ റിവ്യൂവിന് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്, നമ്മളറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ റിവ്യൂ നമുക്ക് അത്രയും എടുക്കാൻ പറ്റത്തില്ല. ബട്ട് വെൻ ഐ സോ ദ ഓഡിയൻസ് റിവ്യൂ ഐ ഫീൽ വെരി ഗുഡ്. എല്ലാവരും വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് ലൈക്ക് എ വെരി ത്രില്ലർ സബ്ജക്റ്റ്. ട്രെൻഡിങ് ആണ്, എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നത് നോക്കാം. എല്ലാവരും വാച്ച് ചെയ്യണം, അതാണ് ആഗ്രഹം. ബിക്കോസ് ഒരുപാട് ഇതിപ്പോൾ ചെയ്യാനും കൂടി റീസൺ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. അപ്പോൾ ഇതിൽ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ലൈക്ക് സൗണ്ട് ഡിസൈൻ ആണെങ്കിലും എവറി യങ് പീപ്പിൾ ഹു ഇസ് ലോട്ട് ഓഫ് ടാലൻറ്റ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത് അതായിരുന്നു. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ്, അതായത് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടാനാണ് പാട്. ബട്ട് ഐ നോ ദീസ് പീപ്പിൾ ആർ വെരി ടാലൻറ്റഡ്, അല്ലേ? അപ്പോൾ എല്ലാവർക്കും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊടുത്ത് ഒരുമിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആർക്കും വർക്ക് പോലെയല്ല തോന്നിയത്. എവറിബഡി വാസ് ലൈക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ നമ്മൾ എക്സ്ട്രാ സ്റ്റെപ്പ് പോലും എവറിബഡി വാസ് ഡൂയിങ് ദാറ്റ്. ഡയറക്ടർ ജിത്തു ആണെങ്കിലും ആക്ടർ അമല ആണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ഇർഫാൻ. മ്യൂസിക് അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എഡിറ്റ് ആണെങ്കിലും ബിക്കോസ് ഇറ്റ്സ് എ ത്രില്ലർ സബ്ജക്റ്റ്, എഡിറ്റ് ആണെങ്കിലും അതിൻ്റെ സൗണ്ട് ഡിസൈൻ ആനന്ദ് യൂട്യൂബിൽ എവറിബഡി ഫ്രണ്ട്സ്. എല്ലാവരും പ്രൊമോഷൻ ആണെങ്കിലും പ്രീ പ്രൊഡക്ഷൻ തൊട്ട് എല്ലാം ഒരു ഫ്രണ്ട്സ് ഗ്യാങ്. ഇങ്ങനെ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും നമ്മളൊരു സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളൊരു ഫാൻ വരുമ്പോഴുള്ളൊരു ഹാപ്പിനെസ്. ഞാനല്ല, ബിക്കോസ് എല്ലാവർക്കും അവരവരുടെ വ്യൂ പോയിന്റ് പറയാനുള്ള അധികാരം ഉണ്ടല്ലോ. ഒരുപാട് നെഗറ്റീവ്സ് അങ്ങനെ വന്നിട്ടില്ല, കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വന്നുള്ളൂ. പക്ഷെ അത് കാണുമ്പോൾ അത് അവരുടെ വ്യൂ പോയിന്റ് അത്രേ ഉള്ളൂ. അങ്ങനെ എനിക്കങ്ങനെ എന്നെ ബോദർ ചെയ്തില്ല. ബട്ട് ബിക്കോസ് മോസ്റ്റ് ഇസ് ഗുഡ് കമൻസ്. അപ്പോൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദോസ് ഗുഡ് കമൻസ് ദാൻ ഫ്യൂ പീപ്പിൾ. പക്ഷെ അതും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ്, ചിലവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് കമൻസ് വന്നായിരുന്നു. ബിക്കോസ് അത് കുറച്ചൊന്ന് ചിന്തിക്കണമല്ലോ അതിൻ്റെ എൻഡ് പാർട്ട്. അപ്പോൾ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുക എന്നുള്ളതല്ലേ, അത് ബെറ്റർ ആക്കാൻ ഉള്ളത് ചെയ്യുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോജക്റ്റ് ഇനിയിപ്പോൾ മേജർ ഫിലിംസിന് മാത്രമാണോ അതോ ഷോർട്ട് ഫിലിംസിന് ചാൻസ് കിട്ടിയാലും ചെയ്യുമോ? ഷോർട്ട് ഫിലിംസിന് ഞാൻ ചെയ്തിട്ടില്ല. ഇത് ആകെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഞാൻ ഓൾറെഡി മൂവി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ കൂടി ആയതുകൊണ്ടും പിന്നെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ സ്ക്രിപ്റ്റൻ പരിപാടിയാണല്ലോ, അതുകൊണ്ടാണ് ചെയ്തത്. ഇനി ഷോർട്ട് ഫിലിം ചെയ്യില്ല, ബട്ട് മൂവീസ്, വെബ് സീരീസ് ആൻഡ് മൂവീസ്. യാ ഡെഫിനറ്റ്ലി. ഓക്കെ, എൻ്റെ പേര് പ്രീതി ക്രിസ്റ്റീന പോൾ. ഞാനിപ്പോൾ ഒരു വരുത്ത് പോകുന്ന പറഞ്ഞ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഞാൻ തന്നെയാണ് അതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അത് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മ്യൂസിക് 24 പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാവരും വാച്ച് ചെയ്യാം. എറണാകുളം തന്നെ, കൊച്ചി തന്നെ. ഓസ്ട്രേലിയയിലാണ്. ഇപ്പോഴും അവിടെ ഒരു ബിസിനസ് ഉണ്ട്, ഒരു ഡിസബിലിറ്റി സർവീസസിൻ്റെ. ഇത്ര ബഡ്ജറ്റിൽ ഒരു ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ എന്തായാലും ഫണ്ട് തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പൈസ പോകുമോ എന്ന് വിചാരിച്ച് തന്നെ എടുത്തതാണോ? അല്ല, ഇനീഷ്യൽ സ്റ്റേജിൽ ഇത്തരം ബഡ്ജറ്റാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഒരു 3 to 5 lakhs ഫിനിഷ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങളുടെ 3 day ഷൂട്ടിൽ ഫസ്റ്റ് ഡേ തന്നെ മഴ പെയ്തു. അപ്പോൾ ഇത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന നൈറ്റാണ്. അപ്പോൾ ബാറ്റർ കൂടുന്നു. അപ്പോൾ ഫസ്റ്റ് 6 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 o'clock. പിന്നെ അങ്ങനത്തെ ഇഷ്യൂ. അപ്പോൾ 5 days ആയി. അപ്പോൾ അങ്ങനെ പിന്നെ CG വർക്ക് ഉണ്ട് ഇതിൽ. അങ്ങനെ കൂടിയതാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു തുടങ്ങിയപ്പോൾ. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ തുടങ്ങിയൊരു സാധനം ഫിനിഷ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ഡിറ്റർമിൻഡായിട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറക്കണ സമയമായപ്പോഴേക്കും മോർ ദൻ മണി ഇറ്റ് വാസ് എ പ്രോഡക്റ്റ്. ലൈക്ക് ഒരു നല്ലൊരു സാധനം എടുത്ത് അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സാധനമായിരുന്നു. മണി കംസ് ഓർ നോട്ട്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഐ എം പ്രിറ്റി ഷുവർ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ത്രൂ ദിസ് ബിക്കോസ് ഓഫ് ദെയർ വർക്ക് ദേ വിൽ ഗെറ്റ് സംഭവം. 12 lakhs 10 ആയിരുന്നു. വിത്ത് ലാസ്റ്റ് ഇതൊക്കെ കൂടി ചേർന്ന് പ്രൊമോഷൻ വേണമെങ്കിൽ കൂട്ടാം 12 ആയി.